Very good morning to all of you. First of all, I welcome all of you to this EKC institution. So, നമ്മൾ ഇന്ന് ഒരു ബ്രിഡ്ജ് കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. എന്താ ഈ ബ്രിഡ്ജ് കോഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? സോ നമ്മൾ ഓൾറെഡി +2 +1 +2 നമ്മൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ പഠിച്ച കെമിസ്ട്രിയിൽ നിന്നും വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എവിടെ ആവശ്യമാണ്? നമ്മുടെ എഞ്ചിനീയറിംഗ് പഠനത്തിന് ആവശ്യമാണ്. സോ നമ്മൾ +1 +2 പഠിച്ചതിന്റെ ഒരു 10% നമുക്ക് എവിടെയുണ്ട്? നമ്മൾ എഞ്ചിനീയറിംഗ് ഉണ്ട്. സോ ആ 10% കുറിച്ച് ഒന്ന് റീകളക്ട് ചെയ്യുക എന്നൊരു ഐഡിയയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ബ്രിഡ്ജ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ മൈസെൽഫ് ആരിഫ്, ഐ എം യുവർ കെമിസ്ട്രി ടീച്ചർ. സോ നമ്മൾ കെമിസ്ട്രിയുടെ ചില ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് നമുക്കൊന്ന് 1 by 1 ആയിട്ട് സെലക്ടഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് പോളിമേഴ്സ്. അല്ലെ, നമ്മൾ പോളിമേഴ്സ് പഠിച്ചതാണ്. എന്താണ് പോളിമേഴ്സ് എന്ന് വെച്ചാൽ? So polymers എന്ന് വെച്ചാൽ നമ്മൾ from the name itself we can get an idea about polymers. Polymer എന്ന് വെച്ചാൽ poly means many, mer means units. അതായത് കുറേ യൂണിറ്റുകൾ ചേർന്ന് കിട്ടുന്ന ഒരു വലിയ മോളിക്യൂൾസിനെ നമ്മൾ എന്താ പറയുക? പോളിമർ എന്ന് പറയും. അതായത് കുറേ ചെറിയ ചെറിയ യൂണിറ്റ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ മോളിക്യൂൾസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ മോളിക്കുലർ വെയിറ്റ് ഉള്ള മോളിക്യൂൾസ് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു വലിയൊരു മാക്രോ മോളിക്യൂൾസ് കിട്ടും. അതിനെ നമ്മൾ എന്താ പറയുക? പോളിമർ എന്ന് നമ്മൾ പറയുന്നത്. So the macromolecules formed by the combination of large number of small molecules known as monomers. So these polymers can be classified as plastics, elastomers and fibers. നമുക്ക് polymers നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. They are plastic, the second one elastomers and third one fibers. ഇതെന്താണെന്നുള്ളത് നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. Okay. So the property of polymers depends on their molecular configuration. അപ്പോൾ നമ്മളൊരു പോളിമർ എടുക്കാൻ വിചാരിക്കുക, ആ പോളിമറിന്റെ പ്രോപ്പർട്ടി എങ്ങനെയായിരിക്കും? അതായത് എലാസ്റ്റിസിറ്റി കൂടുതലാണോ, അതോ ടെൻസൈൽ സ്ട്രെങ്ത് കൂടുതലാണോ, അതോ അത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യും? ഇതെല്ലാം എന്തിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കുന്നത്? അതിൻ്റെ അകത്തുള്ള മോളിക്കുലർ കോൺഫിഗറേഷൻ, അതായത് അതിൻ്റെ അകത്തുള്ള ആ സിമ്പിൾ മോളിക്യൂൾസ് എങ്ങനെയാണ് അതിൻ്റെ അകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ബോണ്ടഡ് ആയിരിക്കുന്നത്, എന്തിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കുന്നത്? ആ പോളിമറിന്റെ പ്രോപ്പർട്ടി എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ദ ഡിഗ്രി ഓഫ് പോളിമറൈസേഷൻ, അത് എത്രത്തോളം പോളിമറൈസേഷൻ ചെയ്തു, ഏത് പോളിമറൈസേഷൻ ടെക്നിക്ക് യൂസ് ചെയ്താണ് അത് പോളിമറൈസ് ആയിരിക്കുന്നത്, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് പറയുക? ആ പോളിമറിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ പ്രോപ്പർട്ടി നമ്മൾ പറയും. ഓക്കെ, സോ വാട്ട് ഈസ് പോളിമേഴ്സ്? നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ പോളിമേഴ്സ് ആർ ഹൈ മോളിക്കുലർ വെയിറ്റ് കോമ്പൗണ്ട്സ് ഹൂസ് സ്ട്രക്ചേഴ്സ് ആർ കമ്പോസ്ഡ് ഓഫ് ലാർജ് നമ്പർ ഓഫ് സിമ്പിൾ റിപ്പീറ്റിംഗ് യൂണിറ്റ്. അതായത് കുറേ സിമ്പിൾ യൂണിറ്റ്സ് റിപ്പീറ്റ് ചെയ്തായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? ഒരു ലോങ് ചെയിൻ പോളിമർ നമുക്ക് കിട്ടുന്നു. അത് നമ്മൾ ആ റിപ്പീറ്റ് ചെയ്യുന്ന ആ സിമ്പിൾ മോളിക്യൂൾസിന്റെ മോളിക്കുലർ വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ ആ ചെറിയ മോളിക്കുലർ വെയിറ്റ് ഉള്ള ആ സിമ്പിൾ യൂണിറ്റ്സ് കുറെ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ആ നമ്മുടെ ആ മാക്രോ മോളിക്യൂൾസിന്റെ മോളിക്കുലർ വെയിറ്റ് വളരെ ഹൈ ആയിരിക്കും. ഓക്കെ, സോ ആ റിപ്പീറ്റിംഗ് യൂണിറ്റിനെയാണ് നമ്മൾ എന്താ പറയുക? മോണോമേഴ്സ്. അല്ലെ, മോണോ എന്ന് വെച്ചാൽ സിംഗിൾ യൂണിറ്റ്. അതിനെ നമ്മൾ എന്താ പറയുക? മോണോമേഴ്സ് എന്ന് നമ്മൾ പറയും. ഓക്കെ, so monomer is a micromolecules, that is small molecules which combine each other to form a polymer. Example, ethylene. Ethylene എന്താണ്? ഒരു മോണോമർ ആണ് അല്ലെ? ethylene എന്ന് വെച്ചാൽ CH2 ഡബിൾ ബോണ്ട് CH2. സോ ഈ ചെറിയ മോണോമേഴ്സ് കുറേ ഇതേപോലെയുള്ള കുറേ മോണോമേഴ്സ് കുറേ എഥിലീൻ കമ്പൈൻ ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും? പോളി എഥിലീൻ കിട്ടും അല്ലെ? അതേപോലെ തന്നെ വിനൈൽ ക്ലോറൈഡ്. വിനൈൽ ക്ലോറൈഡ് ഒരു മോണോമർ ആണ്. സോ കുറേ വിനൈൽ ക്ലോറൈഡ് കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? പോളി വിനൈൽ ക്ലോറൈഡ്, അതായത് നമ്മുടെ PVC കിട്ടും. അതേപോലെ തന്നെ സ്റ്റൈറിൻ, ബ്യൂട്ടാഡൈൻ, അക്രിലോനൈറ്റ്, ഇതെല്ലാം എന്താണ്? പോളിമേഴ്സ് ആണ്. സോ ഈ മോണോമേഴ്സ് ആണ്. സോ ഈ മോണോമേഴ്സ് എല്ലാം കമ്പൈൻ ചെയ്ത് നമുക്ക് കിട്ടും അതിന്റെ പോളിമേഴ്സ് കിട്ടും. സ്റ്റൈറിൻ ആണെങ്കിൽ വി ഗെറ്റ് പോളിസ്റ്റൈറിൻ, അതുപോലെ പോളിബ്യൂട്ടാഡൈൻ, പോളി അക്രിലോനൈട്രൈൽ. സോ ഇതൊക്കെയാണ് എന്ത്? നമ്മുടെ പോളിമേഴ്സ്. അതുപോലെ ഇതിന്റെ മോണോമേഴ്സ് എന്ന് പറയും. Okay, so classification of polymers. പോളിമേഴ്സിന്റെ അതിന്റെ സോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് അതിന്റെ ഒറിജിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പോളിമേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സേ ഫോർ എക്സാമ്പിൾ നാച്ചുറൽ പോളിമേഴ്സ്. സോ നാച്ചുറൽ പോളിമേഴ്സ് എന്ന് വെച്ചാൽ നാച്ചുറൽ നിന്ന് കിട്ടുന്ന പോളിമർ ആണിത് നമ്മുടെ നാച്ചുറൽ പോളിമേഴ്സ്, പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന പോളിമേഴ്സ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രോട്ടീൻസ്, സെല്ലുലോസ്, സ്റ്റാർച്ച്, റെസിൻ, റബ്ബർ, ഇതെല്ലാം എന്താണ്? പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന പോളിമേഴ്സ് ആണ് എന്ത്? നമ്മുടെ നാച്ചുറൽ പോളിമേഴ്സ് എന്ന് പറയുന്നത്. Then semi-synthetic polymers.
ദീസ് ആർ ഓൾസോ ഒബ്റ്റൈൻഡ് ഫ്രം നേച്ചർ. ഇത് നമ്മൾ നേച്ചറിൽ നിന്ന് കിട്ടുന്നതാണ്. പക്ഷേ ആ നേച്ചറിൽ നിന്ന് കിട്ടുന്ന പോളിമേഴ്സ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രോസസ് ചെയ്യും. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് എന്ത് ചെയ്യും? പ്രോസസ് ചെയ്തിട്ട് അതിന്റെ സ്ട്രെങ്ത് ബൈ കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെ കിട്ടുന്ന പോളിമേഴ്സിനെ നമ്മൾ എന്താ പറയുക? സെമി സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയും. എക്സാമ്പിൾ ഏതെന്ന് ചോദിച്ചാൽ സെല്ലോസ് ഡെറിവേറ്റീവ്സ്. ഇതെല്ലാം സെല്ലോസ് ഡെറിവേറ്റീവ്സ് എല്ലാം എന്താണ്? സെമി സിന്തറ്റിക് പോളിമേഴ്സ് ആണ്. അതായത് സെല്ലോസ് നൈട്രേറ്റ് പോലുള്ള പോളിമേഴ്സ്. ദെൻ സിന്തറ്റിക് പോളിമേഴ്സ്. എന്താ സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് വെച്ചാൽ ദേ ആർ ആർട്ടിഫിഷ്യൽ പോളിമേഴ്സ്. നമ്മൾ മാൻ മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന പോളിമേഴ്സിനെ നമ്മൾ എന്താ പറയുക? സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് നമ്മൾ പറയും. ഫോർ എക്സാമ്പിൾ നമ്മൾ പ്ലാസ്റ്റിക്, പോളിത്തീൻ കവർ എന്നൊക്കെ പറയുന്ന പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ സിന്തറ്റിക് ഫൈബേഴ്സ്, നൈലോൺ 66, നമ്മൾ റോപ്പ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നൈലോൺ 66, അതുപോലെ തന്നെ സിന്തറ്റിക് റബ്ബർ, ബ്യൂണ എസ്, ഇതെല്ലാം എന്താണ്? മാൻ മെയ്ഡ് ആണ്. ദേ ആർ സിന്തറ്റിക് polymers. So based on the origin, we can classify the polymers as natural polymers, semi-synthetic polymers, and synthetic polymers. So next, classification based on structure. അപ്പൊ നമ്മൾ ഒറിജിന്റെ ബേസിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ഇനി അടുത്ത് നമ്മൾ സ്ട്രക്ചറിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പോളിമേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. The first classification is linear polymers. Linear polymers എന്ന് വെച്ചാൽ അതായത് കുറെ മോണോമേഴ്സ് യൂണിറ്റ് കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു ലോങ് ചെയിൻ പോളിമറാണ് കിട്ടുന്നത്. അതായത് ലീനിയർ ആയിട്ടുള്ള പോളിമേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ സ്ട്രക്ചർ എന്താണ്? ലീനിയർ ആയിരിക്കും. സോ ദിസ് പോളിമർ ഇസ് നോൺ ആസ് ലീനിയർ പോളിമേഴ്സ്. അതിന് എക്സാമ്പിൾ ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ പോളിവിനൈൽ ക്ലോറൈഡ്, അതുപോലെ തന്നെ ഹൈ ഡെൻസിറ്റി പോളിത്തീൻ. സോ ഇതെല്ലാം എന്താണ്? നമ്മുടെ ലീനിയർ പോളിമർ ആണ്. നെക്സ്റ്റ് ഈസ് ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമേഴ്സ്. സോ സിമ്പിൾ, ഈ പോളിമർ ചെയിൻ്റെ ഇടയിൽ എന്തുണ്ടാവും? ബ്രാഞ്ചസ് ഉണ്ടാവും. ഇപ്പൊ നമ്മളൊരു രണ്ട് ലീനിയർ ചെയിൻ ആണ്. ഈ രണ്ട് ലീനിയർ ചെയിൻ്റെ ഇടയിൽ എന്തുണ്ട്? ബ്രാഞ്ചസ് ഉണ്ട്. സോ ദിസ് ഇസ് ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമേഴ്സ്. ആൻഡ് ദ തേർഡ് ക്ലാസിഫിക്കേഷൻ ഈസ് ക്രോസ് ലിങ്ക്ഡ് ഓർ നെറ്റ്വർക്ക് പോളിമേഴ്സ്. അതായത് നമ്മൾ ഈ സ്ട്രക്ചറിൽ കാണുന്ന പോലെ തന്നെ കുറെ ലോങ് ചെയിൻസ് ഉണ്ടാകും. ഈ ലോങ് ചെയിനിനിടയിൽ എന്തുണ്ടാവും? കുറെ ബ്രാഞ്ചസ് ഉണ്ടാവും, കുറെ ക്രോസ് ലിങ്കിങ് ഉണ്ടാവും. സോ ഇങ്ങനത്തെ പോളിമേഴ്സിനെ നമ്മൾ എന്താ പറയുക? നെറ്റ്വർക്ക് പോളിമേഴ്സ് അല്ലെങ്കിൽ ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് എന്ന് നമ്മൾ പറയും. അതിന് എക്സാമ്പിൾ നമ്മുടെ ബേക്ക്ലൈറ്റ്, മെലമൈൻ എക്സെട്ര. സോ ഇതൊക്കെയാണ് നമ്മുടെ ക്രോസ് ലിങ്ക്ഡ് പോളിമർ അല്ലെങ്കിൽ നെറ്റ്വർക്ക് പോളിമേഴ്സ് എന്ന് നമ്മൾ പറയും. റൈറ്റ്. നെക്സ്റ്റ് ഈസ് പോളിമറൈസേഷൻ. എന്താണ് പോളിമറൈസേഷൻ? നമ്മൾ പറഞ്ഞു കുറെ മോണോമർ യൂണിറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു പോളിമർ ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞു. സോ ഈ മോണോമർ യൂണിറ്റ് എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നത്? അതിനെയാണ് നമ്മൾ എന്താ പറയുക? പോളിമറൈസേഷൻ എന്ന് പറയും. അതായത് കുറെ മോണോമേഴ്സ് പരസ്പരം ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു വലിയൊരു മാക്രോ മോളിക്യൂൾസ് കിട്ടുന്നു. അതാണ് നമ്മുടെ പോളിമർ എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിനെയാണ്, അതായത് മോണോമർ യൂണിറ്റ് പോളിമറായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക? പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പോളിമറൈസേഷൻ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് അവിടെ മേ ബി ചില മോളിക്യൂൾസ് എല്ലാം എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്ത് പോവാം, അല്ലെങ്കിൽ യാതൊന്നും സംഭവിച്ചെന്ന് കൂടെ ഒന്നുമില്ല. അവിടെ മോളിക്യൂൾസ് എലിമിനേറ്റ് ചെയ്ത് പോവാം, അല്ലെങ്കിൽ ഒന്നും സംഭവിക്കാതിരിക്കും. സോ ദിസ് ഇസ് നോൺ ആസ് പോളിമറൈസേഷൻ. So it is the process of conversion of monomers into polymers, right? So next is degree of polymerization. And the degree of polymer, it is very simple. അതായത് ഒരു മോണോമർ, ഒരു പോളിമറിൽ എത്ര മോണോമർ യൂണിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര മോണോമർ യൂണിറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളൊരു മാക്രോ മോളിക്യൂൾസ് നമുക്കൊരു പോളിമർ കിട്ടിയിരിക്കും. സോ ദിസ് ഇസ് നോൺ ആസ് ഡിഗ്രി ഓഫ് പോളിമറൈസേഷൻ. നമ്മൾ സാധാരണ n എന്നുകൊണ്ടാണ് നമ്മൾ അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ. സോ ഹൗ മെനി നമ്പർ ഓഫ് മോണോമർ യൂണിറ്റ്സ് ആർ ഇൻവോൾവ്ഡ് ഇൻ ദിസ് മാക്രോ മോളിക്യൂൾസ് ഓർ ഇൻ ദ ഫോർമേഷൻ ഓഫ് പോളിമർ, ദാറ്റ് ഇസ് നോൺ ആസ് ഡിഗ്രി ഓഫ് പോളിമറൈസേഷൻ. ടൈപ്സ് ഓഫ് പോളിമറൈസേഷൻ. സോ നമ്മൾ പോളിമറൈസേഷൻ എന്താണെന്ന് നോക്കി. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളിമറൈസേഷൻ, ഇതെല്ലാം നമ്മൾ പ്ലസ് ടുവിൽ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. പ്ലസ് 1 പ്ലസ് 2 ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാണ്. നമ്മളത് വീണ്ടും ഒന്നും കൂടി റീകളക്ട് ചെയ്യുന്നേ ഉള്ളൂ. എന്താണ് ടൈപ്സ് ഓഫ് പോളിമറൈസേഷൻ? There are 3 types of polymerization. That is, first one is addition polymerization, second one is condensation polymerization, and third one is co-polymerization. So നമ്മൾ one by one ആയിട്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. So first one is addition polymerization. നമുക്ക് അതിൽ പേരിൽ തന്നെയുണ്ട്. അതായത് ഈ മോണോമർ യൂണിറ്റ് സിംപ്ലി ഗെറ്റ് ആഡഡ്. ആ മോണോമർ യൂണിറ്റ് എന്ത് ചെയ്യും?
ഓരോന്ന് 1 by 1 ആക്കി എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്തിട്ട് നമുക്കൊരു മാക്രോ മോളിക്യൂൾസ് കിട്ടുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് അഡീഷൻ പോളിമറൈസേഷൻ, സിംപ്ലി അഡീഷൻ. സോ ഈ പോളിമറൈസേഷനിൽ എന്ത് സംഭവിക്കുന്നില്ല, യാതൊരു മോളിക്യൂൾസും എലിമിനേറ്റ് ചെയ്ത് പോകുന്നില്ല. സോ ദാറ്റ് ഈസ് അഡീഷൻ പോളിമറൈസേഷൻ. സേ ഫോർ എക്സാമ്പിൾ എത്തീൻ ഓർ എത്തിലീൻ. സോ ഇതേപോലെ കുറെ എൻ എത്തീൻ എന്ന് വെച്ചാൽ എത്ര നമ്പർ കുറെ എത്തീൻ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു, പോളിമറൈസേഷൻ സംഭവിച്ച് നമുക്ക് എന്ത്, ഇതാണ് നമ്മുടെ റിപ്പീറ്റിംഗ് യൂണിറ്റ്. അതായത് നമ്മുടെ CH2 സിംഗിൾ ബോണ്ട് CH, ഇതാണ് നമ്മുടെ റിപ്പീറ്റിംഗ് യൂണിറ്റ്. ഇതേപോലെ കുറെ യൂണിറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടുന്നു, പോളി എത്തീൻ കിട്ടുന്നു. സോ ദിസ് ഈസ് അവർ പോളിത്തീൻ പോളിമർ. So large number of our monomer units combine to form polyethylene. They are simply added to each other. So this is known as addition polymerization. Addition polymerization വഴി കിട്ടുന്ന കുറച്ച് പോളിമേഴ്സിന്റെ എക്സാമ്പിൾ ഏതെന്ന് ചോദിച്ചാൽ they are polythene. So polythene മോണോമർ യൂണിറ്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ പോളിത്തീന്റെ മോണോമർ യൂണിറ്റ്. അതുപോലെ polyethylene, then polypropylene, polyvinyl chloride PVC, polyvinylidene chloride, polystyrene, polyacrylonitrile, polytetrafluoroethylene. സോ ഇതെല്ലാം എന്താണ്, നമ്മൾ കുറെ അഡീഷൻ പോളിമറൈസേഷൻ വഴി കിട്ടുന്ന പോളിമറിന്റെ കുറച്ച് എക്സാമ്പിളാണ്. സോ അതിന്റെ യൂസസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഇതിന്റെ മോണോമർ യൂണിറ്റ്സ് എന്ന് പറയുന്നത് എഥിലീൻ, അതുപോലെ തന്നെ എഥിലീൻ, പ്രൊപ്പിലീൻ, വിനൈൽ ക്ലോറൈഡ്, വിനിലിഡീൻ ക്ലോറൈഡ്. സോ ഇതേ ഈ മോണോമർ യൂണിറ്റ്സ് എല്ലാം ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ പറയുന്ന polymers നമുക്ക് കിട്ടുന്നു. So this is addition polymerization, right? Next is condensation polymerization. So എന്താണ് ഈ condensation polymerization വെച്ച് ഉദ്ദേശിക്കുന്നത്? Condensation polymerization വെച്ചാൽ ഇവിടെ ഒന്നിൽ കൂടുതൽ മോളിക്യൂൾസ് പരസ്പരം ആഡ് ചെയ്യുന്നുണ്ട്. At the same time there is some elimination of molecules. അവിടെ ചില മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്, എലിമിനേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. സോ കണ്ടൻസേഷൻ പോളിമേഴ്സ് ആർ എനി കൈൻഡ് ഓഫ് പോളിമേഴ്സ് ഫോംഡ് ത്രൂ എ കണ്ടൻസേഷൻ റിയാക്ഷൻ വേർ മോളിക്യൂൾസ് ജോയിൻ ടുഗദർ ലോസിംഗ് സ്മോൾ മോളിക്യൂൾസ് ആസ് ബൈ പ്രോഡക്റ്റ് സച്ച് ആസ് വാട്ടർ ഓർ മെത്തനോൾ. അതായത് ചില സിമ്പിൾ മോളിക്യൂൾസിൽ എന്ത് ചെയ്ത് പോകും, ഈ പോളിമറൈസേഷൻ നടക്കുന്ന സമയത്ത് എലിമിനേറ്റ് ചെയ്ത് പോകും. അതായത് നമ്മുടെ വാട്ടർ അല്ലെങ്കിൽ എത്തനോൾ അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇതുപോലുള്ള ചെറിയ മോളിക്യൂൾസ് എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്ത് പോകും. സോ ഇവിടെ നോക്കുക, സോ ദിസ് ഈസ് hexamethylene diamine. സോ ഈ രണ്ട് ഡിഫറെന്റ് മോളിക്യൂൾസ് നമ്മൾ ഇത് അഡിപ്പിക് ആസിഡ്, നമ്മൾ ഹെക്സാമെത്തിലിൻ ഡൈമീൻ അതുപോലെ അഡിപ്പിക് ആസിഡ് കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടണം, ഇതേപോലെ കുറെ യൂണിറ്റ്സ് കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടണം, നമ്മുടെ പോളിമർ കിട്ടുക. ദിസ് ഇസ് നമ്മുടെ നൈലോൺ 6, ഇതാണ് നമ്മുടെ പോളിമർ. ഈ മോളിക്യൂൾ കിട്ടുക, ഈ മാക്രോ മോളിക്യൂൾ കിട്ടുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, H2 എന്ന് പറയുന്ന ഒരു സിമ്പിൾ മോളിക്യൂൾസ് എലിമിനേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. സോ ഇങ്ങനെ എലിമിനേഷൻ നടക്കുന്ന നമ്മൾ ഇതിനെ എന്ത് പറയും, കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് നമ്മൾ പറയും. പക്ഷെ അഡീഷൻ പോളിമറൈസേഷൻ എന്ത് നടക്കുന്നില്ല, അവിടെ യാതൊരു എലിമിനേഷൻ നടക്കുന്നില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ദർ ഇസ് ദ എലിമിനേഷൻ ഓഫ് മോളിക്യൂൾസ് ടേക്സ് പ്ലേസ്, റൈറ്റ്? ഓക്കെ, നമ്മൾ നേരത്തെ നോക്കിയ അഡീഷൻ പോളിമറൈസേഷൻ, നമ്മൾ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറയുന്നത് നൈലോൺ 6 നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ നൈലോൺ 6ന്റെ അപ്ലിക്കേഷൻ എന്താണ്? So this is our nylon 6. ഈ nylon 6 polymers-ന്റെ അപ്ലിക്കേഷൻ എന്താണ്, റിയൽ ലൈഫിലെ അപ്ലിക്കേഷൻ എന്താണ്? സോ നൈലോൺ 6 ഇസ് എ ലൈറ്റ് മെറ്റീരിയൽ, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത് നമ്മുടെ നൈലോൺ 6. ഇത് നമ്മൾ പാരച്യൂട്ട് എല്ലാം മേക്കിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ നൈലോൺ 6. നൈലോൺ 6 is waterproof in nature, so it is used to make swim wear. നമ്മൾ swim suit ഉണ്ടാക്കാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ നൈലോൺ 6 നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. Nylon 6 is having a high melting point, make it more resistant to heat and friction. So അതുകൊണ്ട് തന്നെ ഇതിന് ഹീറ്റ് റെസിസ്റ്റൻസ് കൂടുതലാണ്, അതുപോലെ തന്നെ ഫ്രിക്ഷൻ റെസിസ്റ്റൻറ്റും വളരെ കൂടുതലാണ്. അതുകൊണ്ട് എവിടെയെല്ലാമാണോ ഹീറ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഏരിയയിലൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ നൈലോൺ 6 നമുക്ക് യൂസ് ചെയ്യാം. നൈലോൺ 6 നമ്മൾ വേറെ എവിടെയെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്, എയർ ബാഗിന്റെ മേക്കിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്, കാർപ്പറ്റ് മേക്കിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്, റോപ്സ് നമ്മൾ കയർ ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഹോസസ് വാട്ടർ ഹോസസ് ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നൈലോൺ 6ന്റെ യൂസസ് എന്ന് പറയും. സോ സം കണ്ടൻസേഷൻ പോളിമറൈസേഷൻ പോളിമർ. സോ കണ്ടൻസേഷൻ വഴി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പോളിമേഴ്സിന്റെ കുറച്ച് എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് പോളിയസ്റ്റർ, ദെൻ പോളിയസ്റ്റർ ഡാക്രോൺ, പോളിയസ്റ്റർ പോളികാർബണേറ്റ്, പോളി അമൈഡ്. അതുപോലെ തന്നെ പോളി അമൈഡ് എന്ന് വെച്ചാൽ സിംപ്ലി അതിൻ്റെ അകത്ത് ഒരു എന്തുണ്ടാകും, ഒരു CONH ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പോളി അമൈഡ് എന്ന് പറയും.
ഇതെല്ലാം എന്ത് നമ്മുടെ കണ്ടൻസേഷൻ പോളിമറിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ അതിന്റെ കോമ്പൗണ്ട്സ് ആണ്, അതിന്റെ മോണോമർ യൂണിറ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓരോന്നിന്റെയും അത് അതിന്റെ മോണോമർ യൂണിറ്റ്. സോ ദിസ് ഇസ് വാട്ട് condensation polymerization, right? Then the third class of polymerization, that is copolymerization. So ഇവിടെയും പോളിമറൈസേഷൻ മോണോമേഴ്സ് യൂണിറ്റ് കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, പോളിമർ കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്താണ്, ഒന്നിൽ കൂടുതൽ, ഒന്നിൽ അത് ഡിഫറെന്റ് ആവാം അല്ലെങ്കിൽ സെയിം ആവാം. ടു പോളിമേഴ്സ് ദേ ആർ കമ്പൈൻഡ് ടു ഫോം പോളിമേഴ്സ്. സോ അതിനെ നമ്മൾ എന്താ പറയുക, കോ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. രണ്ടും സെയിം ആവാം അല്ലെങ്കിൽ രണ്ടും ഡിഫറെന്റ് പോളിമേഴ്സ്, ഡിഫറെന്റ് മോണോമേഴ്സ് കമ്പൈൻ ചെയ്തിട്ട് എന്ത് കിട്ടുക, നമ്മുടെ പോളിമർ നമുക്ക് കിട്ടുന്നു. ഇവിടെ നോക്കാം എക്സാമ്പിൾ 1,3-butadiene styrene. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്നത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, സ്റ്റൈറീൻ ബ്യൂട്ടഡൈൻ സ്റ്റൈറീൻ കോപോളിമർ, ബ്യൂണ എസ് എന്ന് പറയുന്ന പോളിമർ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സോ ദിസ് ഈസ് വാട്ട് കോപോളിമറൈസേഷൻ. ക്ലിയർ? Then what are copolymers? എന്താണ് കോപോളിമേഴ്സ് എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു രണ്ടിൽ കൂടുതൽ മോണോമേഴ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് കിട്ടുന്നത്, അത് സെയിം ആവാം അല്ലെങ്കിൽ ഡിഫറെന്റ് ആവാം. ഡിഫറെന്റ് മോണോമേഴ്സ് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നത്, നമ്മുടെ പോളിമർ കിട്ടുന്നത് നമ്മൾ പറഞ്ഞു, നമ്മുടെ കോപോളിമറൈസേഷൻ. അപ്പൊ എന്താണ് കോപോളിമേഴ്സ് എന്ന് വെച്ചാൽ, പോളിമേഴ്സ് വിച്ച് ആർ ഫോംഡ് ബൈ കമ്പൈനിങ് ടു ഡിഫറെന്റ് മോണോമേഴ്സ് ഇൻ ആൾട്ടർനേറ്റിംഗ് ഫാഷൻസ് ആർ കോൾഡ് കോപോളിമേഴ്സ്. ഇവിടെ നോക്കുക, എ എന്ന് പറയുന്ന ഒരു മോണോമർ ആണ് അല്ലെ, ബി എന്ന് പറയുന്നത് വേറൊരു മോണോമർ ആണ്. Again, so ഈ രണ്ട് ഡിഫറെന്റ് മോണോമേഴ്സ് ആൾട്ടർനേറ്റീവ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടുകയാണ്, എ ബി എന്ന് പറയുന്ന ഒരു പോളിമേഴ്സ് കിട്ടുക. സോ ദിസ് ഇസ് നോൺ ആസ് കോപോളിമർ. നമ്മൾ SBr, നമ്മൾ നേരത്തെ നോക്കിയ SBrഉം അതുപോലെ തന്നെ ബ്യൂട്ടഡൈൻ സ്റ്റൈറീൻ, ഇതെല്ലാം എന്താണ് നമ്മുടെ കോപോളിമറിന് എക്സാമ്പിൾ ആണ്, റൈറ്റ്? നെക്സ്റ്റ് ഈസ് തെർമോപ്ലാസ്റ്റിക്. നമുക്കറിയാം പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് എന്താണ്, ഒരു പോളിമറാണ്. എന്താണ് ഈ തെർമോപ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ, എന്താ ഈ തെർമോപ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ, എ ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് ദാറ്റ് ക്യാൻ ബി സോഫ്റ്റൻഡ് ബൈ ഹീറ്റ്, ഹാർഡൻഡ് ബൈ കൂളിംഗ് ആൻഡ് ദെൻ സോഫ്റ്റൻ അഗെയിൻ ഹീറ്റ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. അതായത് തെർമോപ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഒരിക്കൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, അത് സോഫ്റ്റ് ആവും. സോഫ്റ്റായി അത് അതിന്റെ ഹീറ്റ് പോയി കഴിഞ്ഞാൽ എന്താവും, വീണ്ടും ഹാർഡാവും. നമുക്ക് വീണ്ടും പഴയപോലെ സോഫ്റ്റ് ആക്കണം എന്ത് ചെയ്താൽ മതി, വീണ്ടും ഹീറ്റ് ചെയ്താൽ മതി. സോ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഹീറ്റ് ചെയ്ത് നമുക്ക് സോഫ്റ്റ് ആക്കാം. അങ്ങനെയുള്ള പ്ലാസ്റ്റിക് നമ്മൾ എന്താ പറയുക, തെർമോ പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് തെർമോപ്ലാസ്റ്റിക്. എക്സാമ്പിൾ പോളിയെത്തിലീൻ, നൈലോൺ, പോളിവിനൽ ക്ലോറൈഡ്, PVC. നമ്മൾ PVC പൈപ്പിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്യുന്നു. ആ ഹീറ്റ് പോയി കഴിഞ്ഞാൽ എന്താവും, വീണ്ടും അത് ഹാർഡ് ആവും അല്ലേ. So again നമുക്ക് സോഫ്റ്റ് ആക്കാൻ എന്ത് ചെയ്താൽ മതി, വീണ്ടും ഹീറ്റ് ചെയ്താൽ മതി. So these kinds of polymers are known as thermoplastics, right? Then thermosets. എന്താ thermosets എന്ന് വെച്ചാൽ, തെർമോപ്ലാസ്റ്റിക് നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ അത് വൺസ് ഹീറ്റ് ചെയ്താൽ സോഫ്റ്റ് ആവും, ദെൻ ഫിക്സ്ഡ്. നമുക്ക് വീണ്ടും അത് എന്ത് ചെയ്യാൻ പറ്റില്ല, വീണ്ടും നമുക്ക് സോഫ്റ്റ് ചെയ്യാൻ, വീണ്ടും ഹീറ്റ് ചെയ്ത് നമുക്ക് സോഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് പെർമനന്റ് ആയിട്ട് എന്ത് ചെയ്യും, അത് ഡീഫോം ചെയ്തു പോകും. അങ്ങനെയുള്ള പ്ലാസ്റ്റിക് നമ്മൾ എന്താ പറയുക, തെർമോസെറ്റ്സ് പ്ലാസ്റ്റിക് എന്ന് നമ്മൾ പറയുന്നത്, റൈറ്റ്? എക്സാമ്പിൾ ഏത് ചോദിച്ചാൽ നമ്മളെ എപ്പോക്സി റെസിൻ, ഫിനോളിൻ റെസിൻ, അൺസാച്ചുറേറ്റഡ് polystyrene resin. So these are the examples for thermosets, right? Okay, so what are the difference between thermoplastic and thermosetting plastic? നമ്മളിപ്പോൾ തെർമോപ്ലാസ്റ്റിക് എന്താന്ന് ചോദിച്ചു, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്താന്ന് ചോദിച്ചു. ഇത് നമ്മളെ ഡിഫറൻസ് എന്താ? So that is, so first നമ്മൾ നോക്കുകയാണെങ്കിൽ thermoplastics, they are formed by adhesion polymerization. തെർമോപ്ലാസ്റ്റിക് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അഡീഷൻ പോളിമറൈസേഷൻ വഴിയാണ് നമുക്ക് എന്ത് കിട്ടുക, തെർമോപ്ലാസ്റ്റിക് കിട്ടുക. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണെങ്കിലോ they are formed by condensation polymerization. കണ്ടൻസേഷൻ പോളിമറൈസേഷൻ വഴി നമുക്ക് എന്ത് കിട്ടുന്നത്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് കിട്ടും. Then second difference, they consist of linear long chain polymer. നമ്മൾ പറഞ്ഞു ലീനിയർ പോളിമർ നമ്മൾ കണ്ടു. സോ ലീനിയർ പോളിമർ ആയിരിക്കും എന്ത്, തെർമോപ്ലാസ്റ്റിക്കില്. അതിലാണെങ്കിലോ തെർമോസെറ്റിക്കിലാണെങ്കിൽ നെറ്റ്വർക്ക് സ്ട്രക്ചർ ആയിരിക്കും അതിലുണ്ടാവുക, അല്ലെങ്കിൽ ക്രോസ് ലിങ്ക് അല്ലെങ്കിൽ നെറ്റ്വർക്ക് സ്ട്രക്ചർ ആയിരിക്കും നമ്മുടെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിൽ ഉണ്ടാവുക. Third point, all the polymer chains are held together by weak van der Waals force. Weak force ആയിരിക്കും അതിന്റെ മോളിക്യൂളിന് ഇടയിൽ ഉണ്ടാവുന്നത്. ഇതിലാണെങ്കിലോ സ്ട്രോങ് കോവാലന്റ് ബോണ്ട് ആയിരിക്കും തെർമോസെറ്റിംഗിൽ.
Then fourth one, they are weak, soft and brittle. Weak ആണ്, soft ആണ്, highly brittle ആണ്. പെട്ടെന്ന് ഒന്ന് നമ്മൾ ഇതാക്കി വെച്ചാൽ പൊട്ടിപ്പോകാൻ സാധ്യതയുള്ളതാണ് നമ്മുടെ തെർമോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. But thermosetting actually they are strong, hard and more brittle. Then they next different, they soft on heating and hard on cooling. നമ്മൾ നേരത്തെ പറഞ്ഞ ഡിഫറൻസ് തന്നെയാണ്. ഹീറ്റ് ആകുന്ന സമയത്ത് സോഫ്റ്റ് ആയിരിക്കും, ഹീറ്റ് പോയി കഴിഞ്ഞാൽ വീണ്ടും ഹാർഡ് ആകുന്നു. നമുക്ക് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഹീറ്റ് ചെയ്ത് നമുക്ക് സോഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. They do not soft on heating. നമ്മൾ വൺസ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി പെർമനന്റ് ആയിട്ട് ഡിഫോം ചെയ്ത് പോകുന്നതാണ് എന്ത് നമ്മുടെ തെർമോസെറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ദേ ക്യാൻ ബി റീമോൾഡഡ്. നമുക്ക് എന്ത് ചെയ്യാം, അത് റീമോൾഡ് ചെയ്യാം, വീണ്ടും ഹീറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, വേറെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. ബട്ട് ഹിയർ they cannot be remolded. Next difference, they have low molecular weight, whereas in the case of thermosetting plastic they have high molecular weight. Then last difference, they are soluble in organic solvent. നമ്മുടെ ഓർഗാനിക് സോൾവെന്റ്, ബെൻസിൻ പോലുള്ള ഓർഗാനിക് സോൾവെന്റിൽ എന്ത് സോളിബിൾ ആണ്, നമ്മുടെ തെർമോപ്ലാസ്റ്റിക് സോളിബിൾ ആണെങ്കിൽ they are insoluble in organic solvent, നമ്മുടെ thermosetting plastic, right? Okay, അപ്പോൾ നമ്മൾ ഇത്ര നേരം നമ്മൾ പോളിമേഴ്സിനെ കുറിച്ച് പറഞ്ഞു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളിമേഴ്സിനെ കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞു. ഇതിനെല്ലാം നമ്മൾ ഫൈനലായിട്ട് ബ്രീഫ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സ്. നമ്മൾ 4 ഫാക്ടറിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പോളിമേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ബേസ്ഡ് ഓൺ ഒറിജിൻ, സെക്കൻഡ് വൺ ബേസ്ഡ് ഓൺ സ്ട്രക്ചർ, തേർഡ് വൺ ബേസ്ഡ് ഓൺ മോളിക്കുലർ ഫോഴ്സ്, ആൻഡ് ഫോർത്ത് വൺ ബേസ്ഡ് ഓൺ മോഡ് ഓഫ് പോളിമറൈസേഷൻ. Based on origin base നമ്മൾ നോക്കി natural polymers, second one semi synthetic, third one synthetic polymers. Then based on structure we can classify polymers into 3. They are, first one is linear polymers, then second one branched chain polymers, and third one cross linked polymers. Then third classification based on molecular forces, that is elastomers, second one fibers, third one thermoplastics, and fourth one thermosetting plastics. And fourth class based on mode of polymerization, നമ്മൾ addition polymerization കണ്ടു, condensation polymerization, then third one co-polymerization. So these are the classification of polymers. So ഇതിനെ ബ്രീഫ് ചെയ്തുകൊണ്ട് ഞാനൊരു വീഡിയോ കൂടി ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്യാം. സോ നിങ്ങൾ ഈ ക്ലാസ്സസ് വൃത്തിയായിട്ട് കാണുക. If you have any doubts you can send the feedback via classroom. So നിങ്ങൾ ഫീഡ്ബാക്ക് നിങ്ങൾ സെൻഡ് ചെയ്യുക. So if you have any doubts you can post in the classroom so that I can clarify in the next video. So any kind of doubts or any clarification you needed, you just post in the class. Okay, so ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് 1-2 അസൈൻമെന്റ്സ് തരുന്നതായിരിക്കും. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലാസ് റൂമിൽ റിപ്ലൈ ചെയ്യുക. Okay, so till then bye.